കൊച്ചിയിലെ കടുത്ത ശുദ്ധജല ക്ഷാമത്തിന് പരിഹാരം കാണാൻ അടിയന്തര ഇടപെടലുമായി സർക്കാർ. ജലവിതരണം കാര്യക്ഷമമാക്കുന്നതിനായി ഉടൻ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. നഗരത്തിലെ ജലപ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കൊച്ചി എംഎൽഎ മുഹമ്മദ് ഷിയാസ് നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷനാണ് മന്ത്രി മറുപടി നൽകിയത്. കൊച്ചിയുമായി ബന്ധപ്പെട്ട ശുദ്ധജല പ്രശ്നം പരിഹരിക്കുന്നതിനും ജലവിതരണം കാര്യക്ഷമമാക്കുന്നതിനും ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് ജലവിഭവ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ച കൊച്ചി എംഎൽഎ മുഹമ്മദ് ഷിയാസിനാണ് മന്ത്രി മറുപടി നൽകിയത്. പശ്ചിമ കൊച്ചിയിലെ പ്രദേശങ്ങളിൽ ദിവസവും 50 MLD വെള്ളം ആവശ്യമാണെങ്കിലും 36.5 MLD വെള്ളം മാത്രമാണ് ലഭിക്കുന്നതെന്നും 190 MLD പ്ലാന്റ് ആലുവയിൽ സ്ഥാപിക്കുന്നതോടെ ഈ കുറവ് പരിഹരിക്കാൻ കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജലവിതരണം കാര്യക്ഷമമാക്കുന്നതിന് പെരുമാനൂർ മുതൽ തേവര പാലം വരെയുള്ള പഴയ 700 MLD പ്രീമോ പൈപ്പുകൾ മാറ്റി DI പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായുള്ള ജോലി അമൃത് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായി കരാർ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചെല്ലാനം കുമ്പളങ്കി മേഖലയിലെ ജലക്ഷാമം ആലുവ പദ്ധതി നടപ്പിലാക്കുന്നതോടെ പരിഹാരമാകുമെന്നും പുതിയ പൈപ്പ് ലൈനിന് 20.9 കോടിയുടെ പ്രപ്പോസൽ തയ്യാറാക്കിയതായും ആലുവയിൽ 190 MLD ജലശുദ്ധീകരണശാലയുടെ നിർമ്മാണത്തിനായുള്ള 523 കോടിയുടെ പദ്ധതി സർക്കാരിന്റെ പരിഗണനയിലാണെന്നും മന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്